ഞാൻ അക്സാന എലിസബത്ത്. ITN ന്യൂസിൽ പാസ്റ്റർമാർ ഈ ഭാഷാപരത്തിലായിട്ട് സംസാരിക്കുന്ന കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് എൻ്റെ ഒന്ന് രണ്ട് ചിന്തകളൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അപ്പോൾ അവരതിലായിട്ട് അർത്ഥങ്ങളൊന്നും ബാക്കിയുള്ളവർക്കും അർത്ഥം മനസ്സിലാകാത്ത രീതിയിലുള്ള കുറേ വാക്കുകളും കൊണ്ടുള്ള കുറേ ഒരു സംഗീതം പോലെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം പോലെയുള്ള രീതിയിലായിട്ട് സ്റ്റേജിലായിട്ട് കുറച്ച് സംഗീത ഉപകരണങ്ങളുടെ സഹായത്തോടെ ഉള്ള ഒരു പെർഫോമൻസാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഭാഷാപരത്തെക്കുറിച്ച് ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്നാമത് സ്റ്റേറ്റ് സ്കൂളിലാണ്, നമുക്ക് 5ാം ക്ലാസ് ആകുമ്പോഴത്തേക്കുമാണ് ഹിന്ദി പഠിക്കാൻ വരുന്നത്. എനിക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു 1990-95 കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഈ നമ്മുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനം നന്നായിട്ട് വളർന്നു വരുന്ന സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ പോയിട്ട് വരുന്നവർ അവർ പറയും ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടി, ഞങ്ങൾക്ക് ഭാഷാപരം കിട്ടിയെന്ന് പറയും. അപ്പോൾ ഈ ഭാഷാപരം കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഭാഷയിലായിട്ട് സംസാരിക്കാനുള്ള ഇതവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ധ്യാനത്തിന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ കിടന്ന് വെള്ളം വെക്കും. നമുക്കും പോകാം, നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും പോകാം, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കും എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ അപ്പൻ ഇതിനൊക്കെ ഭയങ്കര എതിരാണ്. അപ്പോൾ സമ്മതിക്കത്തൊന്നുമില്ല, നമ്മളെ ഓടിക്കും. പിന്നെ നമ്മളെ മിണ്ടാൻ പറ്റത്തില്ല. പക്ഷേ ഈ ധ്യാനത്തിനൊക്കെ പോകുന്നവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പള്ളിയിൽ തന്നെ, ഇടവക പള്ളിയിൽ തന്നെ ഒരു ദിവസം ഒത്തുകൂടി അവരിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവരുടെ കൂടത്തിൽ പോയിട്ട് ഭാഷാപരം മേടിച്ചുകൊണ്ട് വരാമെന്ന് കരുതി ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെയാണ് പള്ളി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ദിവസം അന്ന് അവിടെ പ്രാർത്ഥനായോഗം ഉള്ള ദിവസം വീട്ടിൽ സാധനം എന്തോ തീർന്നപ്പോൾ അമ്മേൻ്റെ പൈസ തന്നിട്ട് പറഞ്ഞു അക്ഷയ നീ പോയി ഒന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ പോകാൻ മടിയാണ്, അല്ലെങ്കിൽ പോകുമ്പോൾ ഞാൻ മുട്ടായിക്കുള്ള പൈസയൊക്കെ മേടിക്കും. ഇത് ഞാൻ അന്ന് തന്നെ ഓടിപ്പോയി പൈസ എടുത്ത് സഞ്ചി എടുത്തുകൊണ്ട് ഞാൻ ഓടി. അപ്പോൾ എൻ്റെ ഈ ഓട്ടം കണ്ടപ്പോൾ അപ്പൻ എന്തോ പന്തികേട് തോന്നി. അപ്പോൾ അപ്പം പുറകെ വന്നു. അപ്പം ഞാനിത് അറിയുന്നില്ല. ഞാൻ നേരെ കടയിലോട്ടല്ല പോകുന്നത്, നേരെ പള്ളിയുടെ അങ്ങോട്ട് പോയി. കാരണം ഭാഷാപരം മേടിക്കാനാണ് ഞാൻ ഈ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ ഇവരിന്ന് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ സ്തുതി ദൈവമേ സ്തുതി, അതിൻ്റെ ഇടയ്ക്ക് ഐ ലവ് യു ഗോഡ്, ഐ ലവ് യു ഗോഡ്, ജീസസ് ലവ് യു ജീസസ് ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും എന്താ കേൾക്കുന്നതെന്ന് വെച്ചാൽ ലുല്ലുന്ന് സൗണ്ട് കേൾക്കാം. പിന്നെ അതങ്ങ് കുറച്ച് നേരം വന്നിട്ടങ്ങ് നിന്നു. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ബ്ലു 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 ബ എന്നും പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കാം. എനിക്ക് ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ബുബ എന്നുള്ള സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെ വീട്ടിൽ അന്ന് ആട് കൃഷിയുണ്ട്, കുറേ ആടുണ്ട്, ഒരു മുട്ടനാടും ഉണ്ട്. അപ്പോൾ ഈ മുട്ടനാടിനെ മാറ്റിയായിരിക്കുമല്ലോ കെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മുട്ടനാടിൻ്റെ അടുത്ത് ഇതിനെ ചന പിടിപ്പിക്കാൻ വേണ്ടി ചവിട്ടാൻ വേണ്ടി പെണ്ണാടുകളെ കൊണ്ടുവരും. അപ്പോൾ പല വീടുകളിൽ നിന്നും കൊണ്ടുവരാറുണ്ട് ഈ നാടിനെ ചവിട്ടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അന്നത് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ പെണ്ണാടിനെ കാണുമ്പോൾ ഈ മുട്ടനാട് ഉണ്ടാക്കുന്ന ഈ സൗണ്ടാണ് ബുബ് 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 എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇവർ ഇങ്ങനത്തെ സൗണ്ടൊക്കെ വെക്കുന്നത്. പിന്നെ ആ സൗണ്ട് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ബ്ലു 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 ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൗണ്ടുകളൊക്കെ വെച്ച് ഭയങ്കര ആരവമാണ്. അപ്പം ഭയങ്കരമായിട്ട് തന്നെ ലവ് യു ജീസസ് ഗ്ലോറി ഗ്ലോറി എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ കാറ്റും മഴയും വരുന്ന ഒരു ശബ്ദം പോലെയാണ് ഇവരെല്ലാവരും കൂടെ കിടന്ന് ഭയങ്കരമായിട്ട് അലറുന്നത്. അപ്പം ഞാനിതും കേട്ടോണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവർ ഹിന്ദി സംസാരിക്കുമെന്നാണ് എൻ്റെ വിചാരം. എന്തായാലും ഇംഗ്ലീഷിൽ ആ ലവ് യു ജീസസ് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും ഭാഷാപരം കിട്ടി, ഇവർക്ക് ഇംഗ്ലീഷ് ഇവർ പഠിച്ചു എന്ന്. അതെല്ലാം കഴിഞ്ഞ് എല്ലാ ആരവമൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ ഞങ്ങൾക്ക് ഭാഷാപരം തന്നതിന് നന്ദി, ഭാഷാപരത്തെ സ്തുതിക്കാൻ അവസരം തന്നതിന് നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വായും വിളിച്ചിരിപ്പുണ്ട്, ഇത് എവിടെയാണ് ഭാഷാപരം കിട്ടിയത്? ഇംഗ്ലീഷ് 2-3 വേർഡ് പറഞ്ഞു, ഇത്രേ ഉള്ളൂ, ഇനി ഹിന്ദി ഇവർക്ക് ആ ദൈവം ഇവർക്ക് കൊടുത്തില്ലേ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അപ്പം വന്നിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ ഇവിടെ വന്നത്, കടയിൽ വിട്ടിട്ട് എന്തിനാ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭാഷാപരം മേടിക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞു. അന്നപ്പോൾ അപ്പൻ എന്നെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി. വഴക്കൊന്നും എന്നെ പറഞ്ഞില്ല.
എന്നിട്ട് എന്നോട് അപ്പം ചോദിച്ചു, വേദപാഠത്തിന് ഭാഷാവരത്തെക്കുറിച്ച് എന്താ അതിനെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ വേദപാഠത്തിലായിട്ട് നമ്മൾ പഠിക്കുന്ന അപ്പസ്തോല പ്രവർത്തനത്തിലെ 2-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്നുണ്ട്. പന്തക്കോസ്താ ദിനത്തിലായിട്ട് അവരൊന്നിച്ചു കൂടിയപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് അഗ്നിജാലകൾ പോലെ ഉള്ള നാവുകളുടെ രൂപത്തിലായിട്ട് എല്ലാവരുടെയും മേൽ ആവസിച്ചു. എന്നിട്ട് എല്ലാവരും പരിശുദ്ധാത്മാവിലാൽ നിറഞ്ഞു. എന്നിട്ട് ഭാഷാവരത്തിൽ വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തായിട്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പല രാജ്യക്കാരും, ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏഷ്യയിൽ താമസിക്കുന്നവരും ഉണ്ടെന്ന് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിൽ താമസിക്കുന്നവരും ഉണ്ടെങ്കിൽ ഏഷ്യയിൽ താമസിച്ചവർക്കും അന്ന് മനസ്സിലായെങ്കിൽ ഏഷ്യൻ ലാംഗ്വേജിലെ ഒന്നാണ് ഈ മലയാളം എന്ന് പറയുന്നത്. മലയാളവും ഹിന്ദിയും തമിഴും കന്നഡയും ഇതെല്ലാം ആ ലാംഗ്വേജിലായിട്ട് ഉൾപ്പെടുന്നതാണ്. അന്ന് ചിലപ്പോൾ അങ്ങനെ അവിടെ ആ ഭാഷാവരം കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതാണ് നമ്മളവിടെ പഠിക്കുന്നത്. പക്ഷേ ഈ ബുറുബുറുബുറുബുറൂന്ന് ഈ സൗണ്ട് വെക്കുന്നു, ബ്ലുബ്ലുബ്ലു ഒന്നും നമ്മൾ ഈ ബൈബിളിൽ കാണുന്നുമില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ ബൈബിളിൽ ഒരിടത്തും പ്രതിപാദിച്ചിട്ടുമില്ല. അതപ്പോൾ അന്നത്തെ ആ സംഭവം അതോടെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ എന്നോട് അപ്പം പറഞ്ഞു, നീ ഹിന്ദി നന്നായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് പറ്റും, ഈ സ്കൂളിൽ പോയി തല്ലുകൊള്ളണ്ട എന്ന് പറഞ്ഞ് അതങ്ങ് നിന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ബൈബിളൊക്കെ മൊത്തം അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായത്, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ ബൈബിളെല്ലാം തർജ്ജിമയാണ്. അതായത് ഹീബ്രു ഭാഷയിൽ നിന്നുള്ള തർജ്ജമയാണ്. അപ്പം എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ കാലത്ത് ഈ സുറിയാനി കുർബാനയായിരുന്നു, സുറിയാനിയിലായിരുന്നു ബൈബിൾ ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ സുറിയാനിയിൽ നിന്നൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ട ബൈബിളാണ്. അതുപോലെ ഇംഗ്ലീഷ് ബൈബിള് അതെല്ലാം തർജ്ജമ ചെയ്യപ്പെട്ടതാണ്. ഹിന്ദി ബൈബിള്, തമിഴ് ബൈബിള് എല്ലാം തർജ്ജമ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ ഭാഷാവരം എന്ന് പറഞ്ഞ് ഇവിടെ പ്രതിപാദിക്കുന്ന ഈ സംഭവം അന്ന് അപ്പസ്തോലന്മാർക്ക് കിട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഈ തർജ്ജമ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ അതങ്ങ് ഓരോ ലോകത്തുള്ള നാനാ ഭാഗത്തുള്ള എല്ലാവരുടെയും ഭാഷയിലായിട്ട് ഈ ബൈബിൾ അങ്ങ് എഴുതാമായിരുന്നല്ലോ. അതവിടെ സംഭവിച്ചിട്ടില്ല. ഇനി ഇത് അപ്പസ്തോലന്മാർക്ക് മാത്രമാണോ പല ഭാഷകളിൽ സംസാരിക്കാനുള്ള കഴിവ് കിട്ടിയത്? അപ്പസ്തോലന്മാർക്ക് വീണ്ടും അവർക്ക് ശിഷ്യന്മാരുണ്ടല്ലോ. അപ്പോൾ അവരിലേക്ക് ഇത് പകർന്നു കൊടുത്തിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്വസ്റ്റ്യൻസ്. അന്നേരം ഇപ്പോഴത്തെ കാലത്തായാലും ഈ ഭാഷാവരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരിക്കുന്നത് ഈ കുറേ അർത്ഥമില്ലാത്ത സൗണ്ടുകൾ മാത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് 1 കൊറിന്തോസ് 14-ാം അധ്യായത്തിലായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭാഷാവരമുള്ളവർ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് എന്ന്. അവർ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല എന്ന്. അതുമല്ല, അവർ പറയുന്നത് ഇങ്ങനെ ആർക്കും ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, അവൻ വായുവിനോട് സംസാരിക്കുന്നതിന് സമമാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷാവരം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ, അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള രഹസ്യമായ ഒരു സംഭാഷണമാണ്. അത് ഈ സ്റ്റേജിലായിട്ട് നിന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഏത് ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ട് ആര് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഭാഷാവരം എനിക്ക് കിട്ടി, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കിട്ടിയെന്ന്. അതുപോലെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയ കൂടെ ആയെന്നാൽ ഈ ന്യൂജൻ കുറേ ഇത് പന്തക്കോസ്തുകാരുടെ കുറേ ഇതുണ്ടല്ലോ, അവിടെ ആയെന്നാലും അർത്ഥമറിയത്തില്ലാത്ത കുറേ വാക്കുകൾ വെച്ച് ഇത് പറയുകയും അതിനൊപ്പം തന്നെ കൈകൊട്ടി അതിനെ അംഗീകരിക്കുന്ന രീതിയിലായിട്ട് കൈകൊട്ടി നിൽക്കുന്ന കുറേ വിശ്വാസികളെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ ബൈബിൾ ഭാഗം, ഈ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം, അതുപോലെ തന്നെ 1 കൊറിന്തോസ് 14-ാം അധ്യായമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ ഭാഷാവരം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സ്ത്രീകൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്കും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലേക്കും ഈ പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്കും ഒക്കെ പോകുമ്പോഴത്തേക്കും ആദ്യം അവർക്ക് കിട്ടുന്ന വരം ഒന്നെങ്കിൽ ഭാഷാവരമായിരിക്കും. അതിങ്ങനെ നല്ല സ്പീഡിലായിട്ട് ഇങ്ങനെ സ്തുതിച്ച് കഴിയുമ്പോഴത്തേനും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ എത്തിക്കഴിയുമ്പോൾ നാക്ക് കുഴഞ്ഞു
കഴിഞ്ഞു പോകും. പണ്ട് നമുക്ക് നാക്കുളുക്കി എന്ന് പറയുന്ന പോലെ എന്താണ് 10 പച്ചത്തത്ത എന്നാ പറന്നു പോയെന്നോ എന്നാ ലോറി പിന്നെ 10 അങ്ങനെയൊക്കെ കുറച്ച് നമുക്ക് ടങ് ട്വിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. ആ ടങ് ട്വിസ്റ്ററിൻ്റെ മറ്റൊരു വകഭേദമാണ് അത്രയും സ്പീഡിലായിട്ട് പറയുമ്പോഴത്തേന് നാക്ക് കുഴഞ്ഞ് ഇങ്ങനെ വരുന്നതെന്നുള്ളത് ഇവർക്കാർക്കും മനസ്സിലാവുന്നുമില്ല. അതുപോലെ തന്നെ ഇതിനെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് കൃത്യമായിട്ട് ഈ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ അകത്ത് ഇത് പറയുന്നുമുണ്ട്. ഇതാണ് ഭാഷാവരം, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിലായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ ഞാൻ എങ്ങനെയാണ് ഈ ഭാഷാവരത്തിനെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു അനുഭവം കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറഞ്ഞതാണ്.